അധ്യാപികമാർ അറസ്റ്റിലായ വടകര MDMA കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും നിരവധി പ്രതികളുള്ള കേസിൽ വിദേശ നമ്പർ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ലഹരി ഇടപാട് നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. 6 മാസത്തിനുള്ളിൽ ലക്ഷങ്ങളാണ് അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്നും പോലീസ് കണ്ടെത്തി. MDMA കേസിലെ അധ്യാപികമാർ പ്രതികളായത് ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇനിയും കണ്ണികളുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. പേരാമ്പ്ര BRCയിലെ 3 അധ്യാപകർ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ കേസിൽ ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ സഫാന്റെ ബാങ്ക് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കീർത്തന, കാവ്യ, നിഷ്മ എന്നീ അധ്യാപകർ പിടിയിലായത്. ഒപ്പം ഡെലിവറി ഏജന്റായി ജോലി ചെയ്തിരുന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിലിനെയും അറസ്റ്റ് ചെയ്തു. അധ്യാപകർ നേരിട്ട് ലഹരി എത്തിക്കാതെ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ജിജിൽ ഓൺലൈൻ ഡെലിവറി ആപ്പിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. കേസിൽ സംസ്ഥാനത്തിന് പുറത്തും കണ്ണികളുണ്ടെന്നും കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തിയെന്നതുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതികളുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവിടെയും ലക്ഷക്കണക്കിൽ പൈസ ട്രാൻസാക്ഷൻ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് 1-ാം പ്രതി തൊട്ടിലിരുന്ന് നമ്മൾ 5-ാം പ്രതി വരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. സഫാൻ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ടീച്ചർ ജോലിയുടെ മറവിൽ ലഹരിക്കടത്ത് തുടരുകയായിരുന്നു പ്രതികളുടെ ഉദ്ദേശം. കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു അധ്യാപികമാരുടെ കച്ചവടം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന വിദ്യാർത്ഥികളെ നിരന്തര ചാറ്റിങ്ങിലൂടെ ലഹരിക്കടിമയാക്കുന്നതാണ് രീതി. ഇങ്ങനെ ലഭിക്കുന്ന പണം ആർഭാട ജീവിതത്തിനായാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാർക്കോട്ടിക്സ് ബിസിനസ് നടത്തി സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് അത് അറ്റാച്ച്മെൻറ്റ് NDPSന്റെ ആക്ടിലെ കീഴിൽ അറ്റാച്ച്മെൻറ്റ് നടത്തുകയും കൂടുതൽ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി അവരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അധ്യാപികമാർ കേസിലകപ്പെട്ടത് ലഹരി ശൃംഖലയുടെ വ്യാപ്തി തെളിയിക്കുന്ന സംഭവമെന്ന VD സതീശൻ. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിൻ്റെ ഒരു വലിയ റിയാക്ഷൻ. അപ്പോൾ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അധ്യാപകരുടെ പങ്ക് ഒരിക്കലും ചിന്തിക്കാത്തതെന്നും കേസിൽ ഇനിയും കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേസിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ BRCകളുടെയും യോഗം വിളിക്കാൻ സമഗ്ര ശിക്ഷാ കേരളം നിർദ്ദേശം നൽകി. എല്ലാ BRC കോർഡിനേറ്റർമാരും ജാഗ്രത പാലിക്കണമെന്നും SSK നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജിജിലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 3 അധ്യാപകന്മാരെയും ഒരേ സമയം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനായി SIT കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായ സാഹചര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.